ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീനൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയാലോ. ചിക്കൻ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റ് അല്ല, കുറച്ച് ഗ്രേവിയോട് കൂടെയുള്ള റോസ്റ്റ്. അതായത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ വേറെ ചാറൊന്നും ഇല്ലാതെ ഈ ഒറ്റ കറി കൊണ്ട് മാത്രം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചിക്കൻ റോസ്റ്റ്. നിങ്ങൾക്കിത് ഡ്രൈ ആയിട്ട് എടുക്കാനാണെങ്കിൽ അങ്ങനെ എടുക്കാം, നമുക്കിങ്ങനെ ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ അമർത്തണം. അതിൽ ഓൾ എന്ന ഓപ്ഷനിലും കൂടെ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നോട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ഒന്നും മിസ്സാകാതെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് കറി തയ്യാറാക്കുന്നത് നോക്കാം. ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ പാനിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അതൊക്കെ പറ്റിപ്പോയതിന് ശേഷം മാത്രമേ എണ്ണ ഒഴിച്ച് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, നമ്മുടെ മുഖത്തൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതേ പാനിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സൺഫ്ലവറോ എന്ത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ആ എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചാണ് ചേർത്തിരിക്കുന്നത്. ചതച്ചോ അരിഞ്ഞോ ചേർക്കാം. നമ്മൾ അരച്ചിട്ടാണ് ചേർക്കുന്നതെങ്കിൽ സവോള ചേർത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 സവോള എടുത്തിട്ടുണ്ട്. ആ സവോളയും കൂടി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത്. സാധാ മുളക് പൊടി വേണ്ടവർക്ക് അതനുസരിച്ച് കുറച്ച് ഉപയോഗിക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്ര നമുക്ക് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വരണം. നമ്മൾ കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറി കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചില ആളുകൾ തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റിയതിന് ശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുക്കുക. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പൊടികളുടെ ഒരു പച്ചമണം മാറാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പൊടികൾ ചേർത്തതിന് ശേഷം തക്കാളി ചേർക്കുന്നത്. തക്കാളിയും കൂടെ ചേർത്ത് തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നമ്മുടെ ഈ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആവണം. നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ മസാല എത്തണം. അത് ആ രീതിയിൽ ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് ഇതേ രീതിയിൽ തന്നെ വെക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ കറിക്ക്. അങ്ങനെ നന്നായിട്ട് ഇറങ്ങി വന്നതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കണം. എന്നിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റും കൂടെ വെന്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരും. ആദ്യം തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങത്തില്ല. അപ്പോഴേക്കും നല്ലൊരു ടേസ്റ്റോ ഒരു ഫ്ലേവറോ ഒന്നും നമ്മുടെ കറിക്ക് കിട്ടത്തില്ല. അത് വേണ്ടിയിട്ടാണ് ആദ്യം വെള്ളം ഒന്നും ചേർക്കാതെ അടച്ചു വെക്കാനായിട്ട് പറയുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് വെച്ച് കുറച്ച് നേരം കൂടെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കറിയായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ ആക്കണമെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ ആക്കാം. ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കറി. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ഗരം മസാലയും കുറച്ച് കുരുമുളക് കൂടെയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടും. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്ത് പെട്ടെന്ന് നമ്മൾ ഈ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയോ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ സ്ഥിരമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം. ഇതിൻ്റെ ഈ ചാറിനൊക്കെ നല്ല ടേസ്റ്റിയാണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.